തൃശൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ. തൃശൂർ പുനയൂർക്കുളം വില്ലേജ് ഓഫീസർ NP വിനോദാണ് 1.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത്. കൈവശാവകാശ രേഖയ്ക്ക് 2.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നാണ് പരാതി. അതൊക്കെ മറ്റന്നാള് നാളെ കൊണ്ടുപോകണം, നാളെ ചെയ്യാം. അഡ്വാൻസായിട്ടൊന്നും പരിപാടിയില്ല. പൈസ മൊത്തം എത്തിക്കുക, പുറകോട്ട് കെട്ടി ചാക്കിനകത്ത് കെട്ടി പുറകോട്ട് എറിഞ്ഞിടുക, അത്രേ ഉള്ളൂ. പേപ്പറെ കെട്ടി സഞ്ചിക്കകത്ത് കെട്ടി പുറകോട്ട് സൈഡിൽ 4 മണിക്ക് വരാം. കൈക്കൂലി ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ കേട്ടത്. ജെയ്സൺ ചാമ്പവളപ്പിൽ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ജെയ്സൺ, എങ്ങനെ പൂട്ടി ഈ കൈക്കൂലിക്കാരനെ? ആര്യ, തൃശൂർ പുന്നയൂർക്കുളം വില്ലേജ് ഓഫീസർ NP വിനോദിനെയാണ് 1.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തൃശൂർ വിജിലൻസ് പിടികൂടിയിരിക്കുന്നത്. 1 ഏക്കർ ഭൂമിയുടെ കൈവശാവകാശ രേഖ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കൈക്കൂലി നൽകിയത്. 5 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ ഇയാൾ കൈക്കൂലിയായി ചോദിച്ചു. പിന്നീട് അത് സംസാരിച്ച് 3-ഉം അതിനുശേഷം 2.5 ലക്ഷം രൂപയാക്കുകയായിരുന്നു. നമുക്ക് ആ ഓഡിയോ സന്ദേശം തന്നെ വളരെ വ്യക്തമാണ്. പണം ചാക്കിലോ പേപ്പറിലോ പൊതിഞ്ഞ് സീറ്റിന് പുറകിൽ ഇടാനാണ് വില്ലേജ് ഓഫീസർ പറയുന്നത്. വില്ലേജ് ഓഫീസർ ഇതിനു മുൻപ് പത്തനംതിട്ട ജില്ലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഈ ചിറ്റാർ സ്വദേശിയാണ്. ഇയാളെക്കുറിച്ചുള്ള പരാതികൾ വ്യാപകമായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇയാൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇന്നാണ് വിജിലൻസിന് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം ഈ പണം കൈമാറുന്നതും അവിടെ വെച്ച് വിജിലൻസ് ഇയാളെ പിടികൂടുന്നതും. ആര്യ, ഓക്കെ, പുനയൂർക്കുളം വില്ലേജ് ഓഫീസറെയാണ് ഇപ്പോൾ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസ് പിടികൂടിയിരിക്കുന്നത്. ഒരു കൈവശ അവകാശ രേഖയ്ക്ക് 5 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ ഈ പരാതിക്കാരിൽ നിന്ന് ഇദ്ദേഹം ചോദിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.